ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചാപ്പിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ബീഹാറിൻ്റെ സ്പെഷ്യലായിരിക്കുന്ന ബീഹാർ സ്പെഷ്യൽ ലിറ്റി ആണ് ഞാനിവിടെ നിന്ന് റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുന്നിലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ലിറ്റി എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യം ചാപ്പാണ് ഉണ്ടാക്കേണ്ടത്. ചിക്കൻ ചാപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കത് നോക്കാം. ഞാനിവിടെ ഒരു 3 സവോള ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കസ്കസ് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാഷ്യൂ അത് ഞാനൊരു 20 പീസോളം എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് നമുക്കിതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഞാനിവിടെ വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറിയ പീസ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ആക്ച്വലി ഈ ചിക്കൻ ചാപ്പിൻ്റെ റെസിപ്പി ബംഗാൾ സ്റ്റൈലിലുള്ള ചിക്കൻ ചാപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. രണ്ടും ബംഗാളിൻ്റെയും അതുപോലെ തന്നെ ബീഹാറിൻ്റെയും സ്പെഷ്യലായിരിക്കുന്ന 2 റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒനിയൻ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒനിയൻ വേറെയും അതുപോലെ കസ്കസും പിന്നെ കാഷ്യൂയും കൂടെ ഒരുമിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ട്. 2 പേസ്റ്റും കൂടെ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ചിക്കൻ ചാപ്പും അതുപോലെ ലിറ്റി കൂടെ ഒരു പ്രത്യേക ഒരു കോമ്പിനേഷനാണ്. ബീഹാറിലൊക്കെ നമ്മുടെ ഒരു സ്ട്രീറ്റ് ഫുഡായിട്ട് ലഭിക്കുന്ന ഒരു ഐറ്റമാണിത്. ഭയങ്കര ടേസ്റ്റാണ്, നല്ലപോലെ ചിലവാകുന്ന ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. ഇത് ഞാൻ പറഞ്ഞൊരു സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിലേക്ക് അതുകൊണ്ട് സ്പൈസി മുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ സ്പൈസി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സ്പൈസി ചിക്കൻ മസാലയാണ്. നല്ല സ്പൈസ് ആയിട്ടുള്ള ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ എത്രമാത്രം ഉണ്ടോ ആ ചിക്കൻ അനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തൈരിലേക്ക് നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. നന്നായിട്ട് ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഏകദേശം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ മുഴുവൻ ചിക്കനും ഞാനിവിടെ ഏകദേശം 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിറ്റി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു പൗഡർ പൊടി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിന് പറയുന്നത് സത്തു എന്നാണ്. ഇത് നമ്മളുടെ കടലപ്പരിപ്പ് ഇത് ഞാനിവിടെ ഇതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ പിക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഒരു ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും. ചന സത്തു എന്നാണ് ഇതിന് ശരിക്കും പറയുക. അത് ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ സത്തു എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ കടലപ്പരിപ്പ് പൊടിച്ചിട്ടെടുക്കുന്നത്. ഇത് ബേസനല്ല, അല്ലെങ്കിൽ കടല മാവല്ല, ഇത് കടലയുടെ പൊടിയാണ്. ആക്ച്വലി കടല മാവല്ല, ഇത് നമ്മൾ കടലപ്പരിപ്പ് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു പൊടിയാണിത്. നമുക്ക് ഓൺലൈനിലൊക്കെ നമുക്കിതിൻ്റെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. സത്തു എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ അയമോദകം ഉണ്ടല്ലോ, അയമോദകമാണ് വേണ്ടത്. അത് ഞാനിവിടെ 1 ടീസ്പൂൺ എടുത്ത് ഇതുപോലെ കയ്യിൽ ഒന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കലോഞ്ചി അല്ലെങ്കിൽ മംഗ്രേൽ അല്ലെങ്കിൽ നമ്മളുടെ കരിഞ്ജീരകം അതും ഒരു ടീസ്പൂൺ എടുത്ത് ഇതുപോലെ നമുക്കൊന്ന് കയ്യിലേക്കൊന്ന് വെച്ചൊന്ന് തിരുമിയതിന് ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര്
ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ചേരുവകളെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിത് നനച്ചെടുക്കണം. നമ്മൾ ഏകദേശം പുട്ടിനൊക്കെ നനയ്ക്കില്ലേ, അതുപോലെ നമുക്ക് വേണം നനച്ചെടുക്കാനായിട്ട്. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചത് ഇത് നനയ്ക്കരുത്. സെയിം നമ്മുടെ പുട്ടിനൊക്കെ നനയ്ക്കുന്ന അതേ പ്രോസസ്സാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കുഴച്ചെടുക്കുമല്ല. ഇതുണ്ടോ, ഇതുപോലെ നമ്മൾ പുട്ടിനെ കുഴച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഉരുട്ടി നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരുമിച്ചിരിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ നമ്മൾ ഉരുട്ടി കഴിയുമ്പോൾ ഇതുപോലെ ഒരുമിച്ചിരിക്കണം. ഇതുപോലെ നമ്മൾ വെടിവെക്കുമ്പോൾ വേണം അതിങ്ങനെ വിട്ടുപോകാനായിട്ട്. അതുപോലെ ഇരിക്കണം. ഈ ഒരു പരുവം വരെ പോലെയാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി ഞാനിവിടെ ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മളുടെ ഓരോ ചിക്കൻ നമുക്കിതുപോലെ ഒന്ന് പെറുക്കിയിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഫുള്ള് ഡീപ്പ് ഫ്രൈ നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തതേ ഉള്ളൂ. ഒത്തിരി ചിക്കൻ നമ്മൾ അതിനകത്ത് ഒത്തിരി പീസസ് ഇട്ട് കൊടുക്കരുത്. ഒന്ന് തിക്കി ഇടരുത്. 3-4 പീസ് നമ്മുടെ പാത്രത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന കടായിൽ കൊള്ളുന്നതനുസരിച്ച് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുകൊണ്ട് ഈ പരുവമാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആയാൽ മതിയാവും. ഒത്തിരി നമ്മൾ ഫ്രൈ ആക്കരുത്. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതായിപ്പോൾ ഞാനിത് ഇങ്ങനത്തെ ഇത് കോരി മാറ്റിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ബാക്കിയുള്ള ചിക്കനെല്ലാം ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ മിച്ചം വന്നിരിക്കുന്ന മസാല ഉണ്ടല്ലോ, മസാല നമുക്ക് എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ വേവിച്ചെടുക്കാം. മസാലയുടെ പച്ചമണം ഒക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാത്രമൊക്കെ കഴുകി നമ്മൾ മസാല എല്ലാം നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുക. ഒട്ടും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അരച്ച് മിക്സിയും ഒക്കെ കഴുകി നമുക്ക് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലൊരു ഗ്രേവി നമുക്ക് ഗ്രേവി നല്ലപോലെ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഗ്രേവി ഏറെ ആവശ്യമാണ്. എൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കത് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ലിട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിതാ ഇവിടെ ഇതുപോലെ ഒരു ചപ്പാത്തിക്ക് എടുക്കുന്നതിനെക്കാട്ടിൽ ചെറുതായിട്ട് ഒരു മാവിൻ്റെ ഒരു ചെറിയ ബോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ലിട്ടി നമ്മൾ ശരിക്കും കനലിലാണ് അവർ വേവിക്കുക. നമ്മൾ കനലിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ അതിനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ തവയിൽ വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പം ഞാൻ കനലിൽ വെച്ച് ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ നമ്മളങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇതുപോലെ ഒരു ഉരുള ഒന്ന് ഉരുട്ടിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ശകലം ഒരു ഗ്യാപ്പ് വരുത്തിയതിന് ശേഷം നമ്മുടെ ഈ ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ഇത് അടച്ചെടുക്കാം. ഇങ്ങനെ ക്ലോസ് ചെയ്യണം. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പോലെ നമുക്കിത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഈ ഷേപ്പിൽ ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഉരുള പോലെ തന്നെയാണ് അതിരിക്കുക. അതിന് നമ്മളിത് കനലിൽ വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്തത്. നമുക്കതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമുക്കിങ്ങനെ കൈ വെച്ച് ഇതിങ്ങനെ പരത്തിയെടുക്കാം. കണ്ടോ, ഞാൻ ഈ തവയിൽ വെച്ചുണ്ടാക്കാനായതുകൊണ്ട് ഞാനിതുപോലെ ഇത് കയ്യിൽ വെച്ച് ഇതിങ്ങനെ പരത്തിയെടുത്തു. അങ്ങനെ അതുപോലെ ഞാനൊരു 3-4 പീസ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മളുടെ ഒരു തവയിൽ വെച്ച് കൊടുക്കാം. ഒരു പാനിലേക്ക് അല്ലെങ്കിൽ ഒരു തവയിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം. ഒത്തിരി ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കനലിൽ വെച്ച് ഉണ്ടാക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ചുട്ടെടുക്കുകയാണ് അവർ ചെയ്യുക. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലൊക്കെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കത് തിരിച്ച് വെച്ച് ഇങ്ങനെ തിരിച്ചും മറിച്ചും 2 ഭാഗവും നമുക്ക് നന്നായിട്ടിത് വേവിച്ചെടുക്കണം. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പം നല്ലപോലെ ഇതുപോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇത് എണ്ണയൊന്നും ഇപ്പോൾ തൂത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് ശകലം കൂടി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആക്ച്വലി ഇതിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള റെസിപ്പി കടുകെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുക. നമുക്ക് ഇവിടെ എല്ലാവർക്കും കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ റിഫൈൻഡ് ഓയിലിൽ ഇപ്പോൾ കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചാപ്പൊക്കെ നമുക്ക് കടുകെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാവുന്നതാണ്.
എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹാഫ് ഫ്രൈ ആയിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ നമുക്ക് എത്രമാത്രം നമുക്ക് ഒരു പ്ലേറ്റിന് നമുക്ക് എത്ര എടുക്കണോ അത്രയും പീസസ് 1 2 അല്ലെങ്കിൽ 3 4 പീസ് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയ പീസസ് ആക്കിയിട്ടും എടുക്കാം. ഇവിടെ ഞാനിവിടെ വലിയ പീസസ്സാണ്. ഞാനിവിടെ 3 4 പീസ് ആ എണ്ണയിലേക്കിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ ഈ സമയത്ത് നന്നായിട്ടൊന്നുകൂടെ ഒരു റെഡ് കളർ ഒന്ന് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി 2 സൈഡും തിരിച്ച് മറിച്ചും ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആകുമ്പോഴേക്കും അതിലേക്ക് ഞാനൊരു ഒരു അര ഉള്ളി പകുതിയോളം ഉള്ളി ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുപോലെ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ഇതൊരു സ്പൈസി റെസിപ്പിയാണ്. അതുകൊണ്ട് മുളക് നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ സ്പൈസ് അനുസരിച്ച് ചെയ്താൽ മതിയാവും. അതിലേക്ക് നമുക്കിതിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഒനിയനൊന്ന് ഫ്രൈ ആകാൻ വേണ്ടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ നമ്മുടെ ചിക്കനും അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കും കൂടെ തന്നെ. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം ഗരം മസാല നമുക്ക് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി അല്പം നിങ്ങൾ സ്പൈസ് അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതിയാകും. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് പൊടിയുടെയൊക്കെ പച്ചമണം വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി അതുപോലെ തന്നെ ചിക്കനും ഒക്കെ നമുക്ക് അതിനകത്തേക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനകത്തൊക്കെ വീണ്ടും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിറ്റി നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ എത്ര പീസ് നിങ്ങൾക്ക് എത്ര പീസ് കഴിക്കണമോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 പീസ് ലിറ്റി ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അവിടെ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ സ്ട്രീറ്റ് ഫുഡാണ്. കസ്റ്റമറൊക്കെ വരുമ്പോൾ അവർക്ക് ഇതുപോലെ ഫ്രൈ ആക്കി ഗ്രേവിയും ലിറ്റിയും ഒക്കെ തയ്യാറാക്കി വെച്ചേക്കും. എന്നിട്ട് നമ്മൾ ഓർഡർ അനുസരിച്ച് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ പ്ലേറ്റ് ആകുമ്പോൾ കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ലിറ്റി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഗ്രേവിയുടെ ആവശ്യത്തിനുള്ള ഗ്രേവി നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇപ്പം ഞാനിവിടെ കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറവാണെന്ന് വരികിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ലിറ്റി ചാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി കൂടുതൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ പലയിടത്തെയും റെസിപ്പികളും ഫുഡും ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. അതുപോലെ ബീഹാർ സ്പെഷ്യലായിരിക്കുന്ന ഈ ലിറ്റി ചാപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇന്ത്യൻ ഫുഡ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. വേറെ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.